പ്രവാസ ലോകത്ത് നിന്നുള്ള വാർത്തകൾ. വ്യോമമേഖലയിൽ ഡീസലിന് പകരം വെളിച്ചെണ്ണ ഉപയോഗിക്കാൻ ബഹ്റിൻ. എയർഫീൽഡ് ഉപകരണങ്ങളിലാണ് ഡീസലിന് പകരം വെളിച്ചെണ്ണ ഉപയോഗിക്കുക. കാർബൺ പുറന്തള്ളൽ കുറയ്ക്കാനുള്ള ആഗോള ശ്രമങ്ങളുടെ ഒപ്പമാണ് ബഹ്റിൻ എന്ന് ഗതാഗത ടെലികമ്മ്യൂണിക്കേഷൻസ് മന്ത്രി ഷെയ്ഖ് അബ്ദുള്ള ബിൻ അഹമ്മദ് ബിൻ അബ്ദുള്ള അൽ ഖലീഫ പറഞ്ഞു. എയർഫീൽഡ് ഉപകരണങ്ങൾക്കായി ഡീസലിനു പകരം വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നത് ഇതിന്റെ ഭാഗമാണ്. ഇത്തരം കാര്യങ്ങൾ സജീവ ചർച്ചയാക്കാൻ കഴിഞ്ഞ ദിവസം നടന്ന എയർ ഷോയ്ക്ക് കഴിഞ്ഞു. വ്യോമയാന മേഖലയിൽ കാർബൺ പുറന്തള്ളൽ കുറയ്ക്കുന്നതിന് ഇത് സഹായകമാകും. വെളിച്ചെണ്ണ ഉൽപ്പാദക രാഷ്ട്രങ്ങൾക്കും ശുഭപ്രതീക്ഷ നൽകുന്ന തീരുമാനമാണ് എയർ ഷോയിൽ ഉണ്ടായിരിക്കുന്നത്. 2060 നെറ്റ് സീറോ എമിഷൻ നേടാനുള്ള രാജ്യത്തിന്റെ പ്രതിബദ്ധതയുടെ ഭാഗമാണിതെന്ന് മന്ത്രി ഊന്നി പറഞ്ഞു. വ്യവസായ വെല്ലുവിളികളെ അഭിസംബോധന ചെയ്യുന്നത് സംബന്ധിച്ച് 4 പ്രത്യേക ഫോറങ്ങൾ എയർ ഷോയുടെ ഭാഗമായി നടന്നു. കാലാവസ്ഥാ വ്യതിയാനത്തെ ചെറുക്കുന്നതിനുള്ള പുതിയ സാങ്കേതിക വിദ്യകൾ അവതരിപ്പിക്കപ്പെട്ടു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. അധ്യാപകർക്ക് ഗോൾഡൻ വിസ പ്രഖ്യാപിച്ച് റാസൽ ഖൈമ. സ്വകാര്യ സ്കൂൾ അധ്യാപകർക്ക് ഇതിലേക്ക് അപേക്ഷിക്കും. ദുബായ് നോളജ് ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെന്റ് അതോറിറ്റിക്ക് പിറകെ അധ്യാപകർക്ക് ഗോൾഡൻ വിസ പ്രഖ്യാപിച്ച് റാസൽ ഖൈമ ഡിപ്പാർട്ട്മെന്റ് ഓഫ് നോളജ്. വിദ്യാലയങ്ങളിൽ ഉന്നത പദവികൾ അലങ്കരിക്കുന്നവരെയും മികച്ച സേവനങ്ങൾ ചെയ്യുന്നവരെയും രാജ്യത്ത് നിലനിർത്തുകയും വിദ്യാഭ്യാസ മേഖലയിൽ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ലോക പ്രതിഭകളെ UAE-യിലേക്ക് ആകർഷിക്കുകയും എന്ന ലക്ഷ്യത്തോടെയാണ് അധ്യാപകർക്കായുള്ള ഗോൾഡൻ വിസ പ്രഖ്യാപനം. സ്കൂൾ അധ്യാപകർ, പ്രധാന അധ്യാപകർ, വൈസ് പ്രിൻസിപ്പൽ, സ്കൂൾ ഡയറക്ടർമാർ എന്നിവർക്ക് നിശ്ചിത മാനദണ്ഡങ്ങൾ പ്രകാരം ഗോൾഡൻ വിസയ്ക്ക് അപേക്ഷിക്കാമെന്ന് DOK ബോർഡ് അംഗം ഡോക്ടർ അബ്ദുൾ റഹ്മാൻ നഖ്ബി പറഞ്ഞു. വിദ്യാലയത്തിന്റെ പ്രകടന നിലവാരം ഉയർത്തുന്നതിൽ മികച്ച സംഭാവനകൾ നൽകുന്നവരും റാസൽ ഖൈമയിൽ 3 വർഷമായി ജോലി ചെയ്യുന്നവരുമായ അധ്യാപകർക്ക് ഗോൾഡൻ വിസയ്ക്ക് അപേക്ഷിക്കാം. അപേക്ഷയോടൊപ്പം സ്കൂൾ മാനേജ്മെന്റിന്റെ സാക്ഷ്യപത്രം, ബിരുദാനന്തര സാക്ഷ്യപത്രം, താമസ രേഖകൾ തുടങ്ങിയവയും സമർപ്പിക്കണം. യോഗ്യതയുള്ളവർക്ക് ദീർഘകാല വിസ നേടുന്നതിലൂടെ സ്വയം സ്പോൺസർഷിപ്പ് നൽകുന്നതിനാണ് ടീച്ചേഴ്സ് ഗോൾഡൻ വിസ പദ്ധതി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ദുബായ് ടാക്സി 250 EV വാഹനങ്ങൾ കൂടി വാങ്ങും. DTCയുടെ വാഹനങ്ങളിൽ 87% പരിസ്ഥിതി സൗഹൃദമായി. സുസ്ഥിര ഗതാഗതം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി 250 ഇലക്ട്രിക് കാറുകൾ കൂടി വാങ്ങുമെന്ന് ദുബായ് ടാക്സി അധികൃതർ അറിയിച്ചു. പുതിയ വാഹനങ്ങൾ എത്തുന്നതോടെ DTCയുടെ മൊത്തം ടാക്സി കാറുകളുടെ എണ്ണം 6210 ഉയരും. കൂടാതെ കമ്പനിയുടെ പരിസ്ഥിതി സൗഹൃദ വാഹനങ്ങളുടെ എണ്ണം 87% വർദ്ധിക്കും. വാഹനനിരയുടെ വിപുലീകരണത്തിലൂടെ 8.5 കോടി ദിർഹത്തിന്റെ അധിക വാർഷിക വരുമാനമാണ് DTC പ്രതീക്ഷിക്കുന്നത്. സുസ്ഥിര മൊബിലിറ്റിയുടെ ആഗോള കേന്ദ്രമായി എമിറേറ്റിന്റെ പദവി ഉയർത്തുകയും ഉപഭോക്തൃ സംതൃപ്തി മെച്ചപ്പെടുത്തുകയുമാണ് പുതിയ നീക്കത്തിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് DTC CEO മൻസൂർ റഹ്മ അൽ ഫലസി പറഞ്ഞു. സുസ്ഥിര ഗതാഗത മേഖലയിൽ പ്രാദേശിക, അന്തർദേശീയ പങ്കാളികളുമായുള്ള പങ്കാളിത്തം ശക്തിപ്പെടുത്താനും പുതിയ തീരുമാനം സഹായകമാകും. ടാക്സി, ലിമോസിൻ, ബസ്, മോട്ടോർ സൈക്കിളുകൾ എന്നിവ ഉൾപ്പെടെ 9000 വാഹനങ്ങളാണ് നിലവിൽ DTCക്കുള്ളത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ബഹിരാകാശ ഗവേഷണത്തിലെ സഹകരണത്തിന് പുതിയ കരാർ. UAE ബഹിരാകാശ ഏജൻസിയും ഷാർജ സർവകലാശാലയും തമ്മിൽ ധാരണാപത്രം ഒപ്പിട്ടു. ബഹിരാകാശ മേഖലയിൽ ഗവേഷണവും വികസനവും പ്രോത്സാഹിപ്പിക്കുക, വിവിധ പദ്ധതികൾക്കായി ഷാർജ സർവകലാശാലയിലെ ബഹിരാകാശ സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്തുക, പൊതുതാൽപര്യ പദ്ധതികൾ നടപ്പാക്കുക, സ്പേസ് ലാബുകൾ വികസിപ്പിക്കുക തുടങ്ങിയവയിൽ പുതിയ സഹകരണം ശ്രദ്ധ കേന്ദ്രീകരിക്കും. ബഹിരാകാശ പദ്ധതികളിലെ അപകട സാധ്യതകളെക്കുറിച്ച് അവബോധം വർദ്ധിപ്പിക്കുന്നതിലും ധാരണാപത്രം നിർണായകമാകും. ഷാർജ അക്കാദമി ഫോർ ആസ്ട്രോണമി, സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി ആസ്ഥാനത്തു നടന്ന ചടങ്ങിൽ UAE ബഹിരാകാശ ഏജൻസി ഡയറക്ടർ ജനറൽ സലീം പുട്ടി അൽ ഗുബൈസിയും SAAST ഡയറക്ടർ ജനറൽ പ്രൊഫസർ ഹമീദ് NK അൽ നൈനിയും ചേർന്നാണ് കരാർ ഒപ്പിട്ടത്. ബഹിരാകാശത്ത് UAEയുടെ പ്രധാന പദ്ധതികൾക്ക് ഫലപ്രദമായ സംഭാവനകൾ നൽകാൻ പങ്കാളിത്തം നിർണായക പങ്കുവഹിക്കുമെന്ന് അമീദ് MK അൽ നൈമി പറഞ്ഞു. പ്രാദേശിക, അന്താരാഷ്ട്ര തലങ്ങളിൽ പ്രയോജനപ്പെടുന്ന ശാസ്ത്ര ഗവേഷണങ്ങൾക്കായി അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിലും ഊന്നൽ നൽകും.
ബഹിരാകാശ മേഖലയിലെ ഭാവി വെല്ലുവിളികൾക്ക് നൂതനവും സുസ്ഥിരവുമായ പരിഹാരങ്ങൾ കണ്ടെത്താൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായുള്ള സഹകരണം സഹായകമാകുമെന്ന് സലീം പുട്ടി അൽ ഗുബൈസി പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. UAE-യിൽ നിന്നുള്ള ഇന്ത്യയുടെ ഇറക്കുമതി ഒക്ടോബറിൽ 70.37% വർദ്ധിച്ച് $720 കോടി ഡോളറിലെത്തി. വ്യാപാര കമ്മി $350 കോടി. ഏപ്രിൽ-ഒക്ടോബർ കാലയളവിലെ ഇറക്കുമതി മുൻ സാമ്പത്തിക വർഷത്തെ ഇതേ കാലയളവിലെ 2491 കോടി ഡോളറിൽ നിന്ന് 55.12% ഉയർന്ന് 3864 കോടി ഡോളറിലെത്തി. 7 മാസ കാലയളവിലെ വ്യാപാര കമ്മി ഒരു വർഷം മുൻപ് ഇതേ കാലയളവിൽ ഉണ്ടായിരുന്ന 685 കോടി ഡോളറിൽ നിന്ന് 1771 കോടി ഡോളറായി. കയറ്റുമതി വർദ്ധിക്കുന്നുണ്ടെങ്കിലും ഇറക്കുമതി അതിനേക്കാൾ ഉയർന്ന തോതിൽ വർദ്ധിക്കുന്നതാണ് വ്യാപാര കമ്മി ഉയരാൻ കാരണം. UAE-യിൽ നിന്നുള്ള വെള്ളി ഉൽപ്പന്നങ്ങൾ, പ്ലാറ്റിനം, അലോയ്, ഉണങ്ങിയ ഈത്തപ്പഴം എന്നിവയുടെ ഇറക്കുമതിയിലെ കുതിച്ചുചാട്ടത്തിൽ ഇന്ത്യ ആശങ്ക ഉന്നയിക്കുകയും സ്വതന്ത്ര വ്യാപാര കരാറിന് കീഴിലെ വ്യവസ്ഥകൾ മറികടക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. UAE ഇതിന് സമ്മതിച്ചതായാണ് റിപ്പോർട്ട്. 2022 മെയ്യിലാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ സ്വതന്ത്ര വ്യാപാര കരാർ നിലവിൽ വന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.